സർ, ഈ UN-ലെ ഈ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനെ ന്യായീകരിച്ചുകൊണ്ട് US രംഗത്തെത്തി. പക്ഷെ അതിനെ വളരെയധികം വിമർശിച്ചുകൊണ്ട് റഷ്യയും ചൈനയും പാകിസ്ഥാനും US-നെ വളരെയധികം വിമർശിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു മിഡ്നൈറ്റ് ഹാമർ ആണവ നിലയത്തിലേക്ക് 3 ആണവ നിലയങ്ങൾ തകർത്തുകൊണ്ടുള്ള ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ശരിയാണോ തെറ്റാണോ? ഇപ്പോൾ ഈ നമ്മുടെ നിലവിലുള്ള സാമൂഹിക രാഷ്ട്രീയ ആഗോള സാഹചര്യത്തിൽ തെറ്റും ശരിയുമില്ല. ഷേക്സ്പിയർ പറഞ്ഞ പോലെ ദർ ഈസ് നത്തിങ് റൈറ്റ് ഓർ റോങ്, തിങ്കിങ് മേക്സ് ഇറ്റ് സോ എന്ന് പണ്ട് 1500കളിൽ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെറ്റും ശരിയില്ല, കയ്യൊക്കൊള്ളവൻ കാര്യക്കാരൻ. മൈറ്റ് ഈസ് റൈറ്റ്, അതാണ് ഇപ്പോഴത്തെ ശരി. ന്യൂ നോർമലിലെ ശരി അതാണ്, മൈറ്റ് ഈസ് റൈറ്റ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഏറെ വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ കണ്ടു ഇറാഖ്, ഏറ്റവും ഇറാൻ്റെ തൊട്ടടുത്ത അയൽ രാജ്യമായ ഇറാഖ്, അവിടെ ബേത്തിസ്റ്റ് ഭരണകൂടം സദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു. സദാം ഹുസൈൻ എന്നു പോലെയുള്ള കരുത്തനായ ഒരു നേതാവ് ഭരിച്ചാൽ മാത്രമേ ഇറാഖിലെ ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ പറ്റുകയുള്ളൂ. ഭീകരതയാണ് അവരുടെ രാഷ്ട്രീയവും ജീവിതവുമെല്ലാം. അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ഗോത്രവർഗ വിഭാഗങ്ങളല്ല, മലനിരകളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ പരസ്പരം വലിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പോലെ തന്നെ വലിയ പരസ്പരം കൊല ചെയ്യുന്നത് വരെയുള്ള പോരാട്ടങ്ങളിൽ മുഴുകുന്ന, കൊല ചെയ്യാൻ യാതൊരു വിധമായ മടിയുമില്ലാത്ത ക്രൂരന്മാരായിട്ടുള്ള ആളുകളാണ്. അവരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ടൊരു ഏകശിലാ രൂപമായിട്ട് നിലനിർത്താൻ കഴിഞ്ഞത് സദാം ഹുസൈനെ പോലെയുള്ള ശക്തനായിട്ടുള്ള നട്ടലുള്ള ഒരു ഭരണാധികാരിയുടെ ചങ്കുറപ്പ് കൊണ്ടാണ്. ഇതാണ് അമേരിക്കയെ ചുടിപ്പിച്ചത്. കാരണം അമേരിക്ക ഇങ്ങനെ സർവശക്തനായിട്ടുള്ള ലോക പോലീസായിട്ടിരിക്കുമ്പോൾ ധിക്കാരിയായിട്ടൊരു ആളോ, ബാത്തിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് പറയുന്നത് സദാം ഹുസൈനോ എന്നുള്ള ഒരു പേടി, ആശങ്ക, തിരുവായിക്ക് എതിർവായില്ല എന്നുള്ള ഒരു വ്യവസ്ഥ നടപ്പാക്കാൻ ശ്രമിച്ച ലോക പോലീസായ ഐക്യരാഷ്ട്രസഭയ്ക്ക് മേലെ പ്രവർത്തിച്ച അമേരിക്കയ്ക്ക് ഇറാനിൽ ഒരു വെല്ലുവിളിക്കാരനോ, നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരാളോ, നമ്മളെ വകവയ്ക്കാത്ത ഒരാളോ എന്നുള്ള ഒരു ബോധോദയത്തിൽ നിന്നാണ് അദ്ദേഹത്തിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട്, അതായത് അവിടെ രാസായുധശാലയുണ്ട്, രാസായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ സ്വന്തം പട്ടാളത്തെ ഇറക്കി ഐക്യരാഷ്ട്രസഭയുടെ അനുമതിയില്ലാതെ കൊണ്ടുപോയി അവിടെ പട്ടാളത്തെ ഇറക്കി ജനങ്ങളെ കൊന്ന്, ഇറാഖി ജനതയെ കൊന്ന് അദ്ദേഹത്തെ പിടിച്ചു വിചാരണ ചെയ്തു. ആര്? അമേരിക്കൻ ജഡ്ജിമാർ വന്ന് വിചാരണ ചെയ്തു. എന്നിട്ട് തൂക്കിലേറ്റി കൊന്നു. എന്നിട്ടോ രാസായുധത്തിൻ്റെ ഒരു പൊടി പോലും അവിടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഓപ്പറേഷനിലൂടെ 3 സ്ഥലങ്ങളിലേക്ക്, ടെഹ്റാനിലെ അടുത്തുള്ള 3 സ്ഥലങ്ങളിലേക്ക്, അതിലേറ്റവും പ്രധാനം ഫോർദോ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇസ്രായേലിന് ഇതുവരെ കടക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അവിടെ പോയി ഇവർ ബോംബ് ഇട്ട് അത് നശിപ്പിച്ചു എന്നുള്ള അവകാശവാദം വളരെ വീരവാദമായിട്ട് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ലോക ജനതയോട് പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ സൈന്യത്തിനല്ലാതെ ലോകത്തിലെ മറ്റൊരു സൈന്യത്തിനും ഇത് സാധിക്കുകയില്ല, ഞങ്ങളത് ചെയ്തു. ഇയാൾ എന്ത് കുന്തം ചെയ്തെന്നായി പറയുന്നത്? എന്ത് കുന്തം ചെയ്തു? അവിടെ ഒരു കുന്തവും ചെയ്തിട്ടില്ല. അഹങ്കാരം, ധിക്കാരം, ഈഗോ, ഇതാണല്ലോ ലോക സമാധാനമൊന്നും അല്ല ലക്ഷ്യം. ഞങ്ങളെക്കൊണ്ടേ അത് സാധിച്ചു, നിങ്ങളെക്കൊണ്ട് അത് സാധിക്കുകയില്ല. ആണവ നിലയങ്ങളിലേക്കുള്ള ഈ ഒരു ആക്രമണം ഒരുപക്ഷെ UN പോലും അത് അനുവദിച്ചിട്ടില്ല. അനുവദിക്കാത്തടത്താണ് ഈ 3 ആണവ നിലയങ്ങളിലേക്ക്. കാരണം നമുക്കറിയാം അതിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ ഒരുപക്ഷെ ഒരു പ്രദേശത്തെ മാത്രമായിരിക്കില്ല, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെ കൂടി വ്യാപിക്കാൻ സാധ്യതയുള്ള ഈ സ്ഥിതിയിൽ ഇത്തരത്തിലുള്ള ആക്രമണം ചെയ്തത് ശരിയാണ്? അതിപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഈ അമേരിക്കയുടെ ഈഗോ ആണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ കണ്ടതും അതുതന്നെയാണ്. 2.5 ലക്ഷം പേരെ ജപ്പാനിൽ കൊന്നത്. ഹിരോഷിമ, നാഗസാക്കി പ്രദേശങ്ങളിൽ കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ കൊന്നത് ഈ ഈഗോയുടെ പേരിലായിരുന്നു. ഒരു വശത്ത് റഷ്യയുടെ ധീരരായ സൈനികർ ഹിറ്റ്ലറുടെ പടയാളികളോട് ഏറ്റുമുട്ടിക്കൊണ്ട്, നാസി പടയാളികളോട് ഏറ്റുമുട്ടിക്കൊണ്ട് അവിടെ
അതിസാഹസികമായിട്ടുള്ളൊരു വിജയം നേടിക്കൊണ്ടിരിക്കെ റഷ്യ ജർമ്മനിയെ തോൽപ്പിച്ചതാണ്. അന്ന് ആദ്യമായിട്ടാണ് ഹിറ്റ്ലർ ഒരു രാഷ്ട്രത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നത് റഷ്യയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് റഷ്യക്ക് പോകുമോ എന്ന് വിചാരിച്ചിട്ട് അവർ ഈ ലിറ്റിൽ ബോയ്, ഫാറ്റ് ബേബി എന്നീ 2 ബോംബുകൾ നാഗസാക്കിയിലും ഹിരോഷിമയിലും കൊണ്ടുപോയി വർഷിച്ചത്. അല്ലെങ്കിൽ തന്നെ സഖ്യകക്ഷികൾ യുദ്ധം ജയിക്കുമായിരുന്നു റഷ്യയുടെ ബലം കൊണ്ട്. അപ്പോൾ റഷ്യയെ മറികടന്ന് ഞങ്ങളാണ് ഇപ്പോൾ ആ അഹങ്കാരം തന്നെയാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഞങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ സാധിക്കുകയുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ സാധിക്കുകയുള്ളൂ. ആ അഹങ്കാരം കാണിക്കാൻ, അവരുടെ ഷോ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നല്ലേ ക്ലിയർ ആവുന്നത്. അതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. സത്യമത നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഫോർദോ മലനിരകളിലെ 200 മീറ്റർ, ഞാൻ പറഞ്ഞിരുന്നു, അത് 200 മീറ്റർ ആഴത്തിലാണ് ഈ സമ്പുഷ്ട യുറേനിയം, ആണവ ബോംബല്ലത്, സമ്പുഷ്ട യുറേനിയം അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൽ 83% സമ്പുഷ്ടമായി എന്നാണ് അമേരിക്കയും ഇസ്രായേലും വാദിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസവും അവരുടെ വിദേശകാര്യമന്ത്രി ബരാക്ചി പറയുകയുണ്ടായി, ഞങ്ങളിത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, സമാധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇതിൽ 3% മാത്രമേ സമ്പുഷ്ടീകരണം ഉണ്ടായിട്ടുള്ളൂ എന്ന്. കൂടി വന്നാൽ പോട്ട് 3 എന്നുള്ളതും നമ്മൾ വിശ്വസിക്കേണ്ട, 83 വിശ്വസിക്കും. കൂടി വന്നാൽ ഒരു 23% കാണും. അതുകൊണ്ട് ഒരു ബോംബും ഉണ്ടാക്കി എവിടെയും വിന്യസിക്കാൻ പറ്റില്ല. അമേരിക്ക വിന്യസിച്ച, ജപ്പാനിൽ വിന്യസിച്ച ബോംബുകൾ പോലെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സമ്പുഷ്ടീകരണം 90% ആണെങ്കിൽ മാത്രമേ ബോംബുണ്ടാക്കി പറ്റൂ. ഈ പറഞ്ഞ അമേരിക്കയുടെ ലോകോത്തരമായിട്ടുള്ള ബോംബുണ്ടല്ലോ, എത്ര ആഴത്തിലാണ് പോയത്? ക്ലസ്റ്റർ ബസ്റ്റർ ബോംബ് എന്ന് പറയുന്നത്. ബസ്റ്റർ ബോംബ് എത്ര ആഴത്തിലാണ് പോയെന്നറിയാം? ബസ്റ്റർ ബോംബ് ബസ്റ്റർ ബോംബ് ആകെ പോയിട്ടുള്ളത് 60 മീറ്ററിലാണ്. 60 മീറ്ററിൽ പോയ സാധനം എങ്ങനെയാണ് ഈ 200 മീറ്റർ താഴെയുള്ള സാധനത്തെ ഇല്ലാതാക്കുന്നത്, സ്വീകരിക്കുന്നത്? വല്ലതും നടക്കുമോ? പിന്നെ ഞങ്ങളിത് ചെയ്തു, അവിടെ എത്തത്തില്ലത്. അപ്പോൾ ഞങ്ങളിത് സാധിച്ചു എന്നും പിന്നെ വീരവാദം പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടനയുണ്ട്. ആ സംഘടനയുടെ റഡാറിൽ വസ്തുക്കളുണ്ട് അവിടെ. ഇതെല്ലാം ലോകത്തെവിടെ ആണവ വികിരണം ഉണ്ട്, ലോകത്തെവിടെ ആണവ പരീക്ഷണം നടക്കുന്നു, ഇതെല്ലാം അവരുടെ റഡാറിൽ അറിയാൻ പറ്റും. എല്ലാ സന്നാഹങ്ങളും ഉണ്ടതിന്. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ യാതൊരു വികിരണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിൽ ഏതെങ്കിലും ബോംബല്ല, ഏതെങ്കിലും ഒരു വെടിമരുന്നിൻ്റെ അംശം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്ഫോടനം ഉണ്ടാവും. തീർച്ചയായിട്ടും ചലനം ഉണ്ടാവും. ചലനം ഉണ്ടായ സ്ഫോടനം ഉണ്ടാവും, അവിടെ വികിരണം ഉണ്ടാവും. ഈ വികിരണം ഉണ്ടായിട്ടില്ല ഇവിടെ ഇതുവരെ. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ നൂർഖാൻ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിനടുത്ത് ഇന്ത്യ പായിച്ച ആകാശ് മിസൈൽ അവിടെ വികിരണം ഉണ്ടാക്കി. അതുകൊണ്ടാണ് പാകിസ്ഥാൻ വെട്ടിട്ട് പോയത്. മനസ്സിലായി? ഇന്ത്യ വിജയകരമായിട്ടാണ് നടപ്പാക്കി. അമേരിക്ക പരാജയപ്പെട്ട രാഷ്ട്രമാണ്, പരാജയപ്പെട്ടു അതിൽ. എന്നിട്ടാണ് ഈ വാചകം അടയ്ക്കുന്നത്. ഇപ്പോൾ നോക്കൂ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്ന്. ഹോർമൂസ് കടലിടക്ക് ഇറാൻ്റെ കൈവശമാണ്, അവരത് അടയ്ക്കും. പെട്രോൾ ഉൾപ്പെടെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ എല്ലാം വില 10 മടങ്ങായി തീരും. ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കാൻ പോവുകയാണ്. കാരണം അവിടെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. അതിനു നേരെ ആക്രമണങ്ങൾ വരാൻ പോവുകയാണ്. പക്ഷേ ഇറാൻ എങ്ങനെ ഇപ്പോൾ ഇസ്രായേലിൽ തന്നെയാണ് ഭയങ്കരമായിട്ട് ആക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഒരിക്കലും അമേരിക്കയിലോട്ട് ഒരു ആക്രമണം, അതായത് സൈനിക താവളങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഇറാൻ പ്രദേശങ്ങളിലെ സൗദി അറേബ്യ ആ റേഞ്ചിലൊക്കെ സൈനിക താവളങ്ങളുണ്ട്. നിരവധി സൈനികർ ഏകദേശം എനിക്ക് 40,000-ൽ പുറം സൈനികർ പലയിടങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം അങ്ങോട്ടും ഇപ്പോൾ ഈ നിലവിൽ വരെ ഇറാൻ നടത്തിയിട്ടില്ല. ഇസ്രായേലിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പഴയതിലും ഗംഭീരമായിട്ട് തന്നെ ഇസ്രായേലിലോട്ട് പല മിസൈലുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് നേരെ? നമ്മളെപ്പോഴും ചിന്തിച്ച ഒരു കാര്യമുണ്ട്, ഈ ഒരു ആക്രമണത്തിന് ശേഷം ഏത് നിമിഷവും അമേരിക്കയെ തിരിച്ചടിക്കും ഇറാൻ എന്ന്. പക്ഷേ ഇറാൻ അങ്ങോട്ട് നോക്കുന്നതേയില്ല. അത് കാരണം ഈ ഇറാനിൽ നിന്ന് അമേരിക്കയിൽ എത്തത്തക്ക രീതിയിലുള്ള ദൂരം സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലൊന്നും അവരുണ്ടാക്കിയിട്ടില്ല. അമേരിക്ക താവളങ്ങളുണ്ടല്ലോ, അത് വരാൻ പോവാ. താവളങ്ങളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് തീരും, ഒരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് തീരും. ഒരു വലിയ മഹായുദ്ധം, 3ാം മഹാല. അപ്പം സംയമനം പാലിക്കുന്നുണ്ട് ഇറാൻ, പാലിക്കാത്തത് അമേരിക്കയാണ്. കാരണം സംയമനം പാലിക്കേണ്ടുന്നതായിട്ടുണ്ട്. കാരണം ഈ സൈനിക താവളങ്ങളെല്ലാം സൗദി അറേബ്യ
തൊട്ടയൽ രാജ്യങ്ങളാണ്. അറബ് രാജ്യങ്ങളെ, ഇസ്ലാമിക് രാജ്യങ്ങളെ കൂടുതൽ ഇവരുടെ ശത്രുക്കളാക്കാതെ ഇപ്പം തന്നെ ആരും തന്നെ സഹകരിക്കുന്നില്ല ഇറാനോടൊപ്പം. ഉണ്ട്. ഒമാൻ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം മൂക്കുമുട്ട ചാത്ത, പാകിസ്ഥാൻ്റെ അവിടെ നല്ല അടവുള്ള രാജ്യമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവരെയും തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവൻ, സൗദി അറേബ്യ, ഈ രാഷ്ട്രങ്ങളെല്ലാം അല്ല, പാകിസ്ഥാൻ മറ്റേ അമേരിക്കയുടെ അടിമയാണല്ലോ, ട്രംപിന്റെ അടിമയാണ്. അവിടെ വേറൊരു പ്രശ്നം, രാഷ്ട്രീയം ഉരുത്തിരിയുന്നു. ആസിഫ് മുനീർ നമ്മൾ പറഞ്ഞ പോലെ മൂക്കുമുട്ട അവിടെ പോയി ചാപ്പാടും കഴിച്ചിട്ട് എന്തോ ആവശ്യപ്പെട്ടോന്നറിയാം ആസിഫ് മുനീറിനോട്, ഞാൻ പിന്നെ എൻ്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം, പാകിസ്ഥാനുണ്ടല്ലോ, അപ്പോൾ അല്ല ചൈനയെ ഒന്ന് മാറ്റി നിർത്തിക്കണം, റഷ്യയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കണം, അവരെ അധികം അടുപ്പിക്കണ്ട, ഞാൻ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, എന്ത് വേണമെങ്കിൽ ഞാൻ ചെലവും എല്ലാം തന്ന് വളർത്തിക്കോളാം, പക്ഷേ എനിക്ക് അവിടെ വന്ന് താമസിക്കാനൊരു സംബന്ധം കൂടുന്നത് പോലെ, അപ്പോൾ അവിടെ ഒരു സൗകര്യം ഉണ്ടാക്കി, എന്തുവാ സൗകര്യം, ഒരു സൈനിക താവളം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ആ വാക്കും പറഞ്ഞാണ് ഇത്രയും വലിയ സദ്യ ഒരുക്കി കൊടുത്തത്. അതിലാണ് മോദിയെ ക്ഷണിച്ചത്. മോദി പറഞ്ഞ് പോയി താൻ തൻ്റെ പാട് നോക്കുക, ഞാൻ ക്രൊയേഷ്യയിൽ എനിക്ക് അതിനേക്കാൾ വലിയ സൽക്കാരമുണ്ട്, പ്യുവർ വെജിറ്റേറിയൻ എന്നും പറഞ്ഞ് പോകും. അങ്ങനെ രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ പറക്കാൻ പോകുന്ന പാകിസ്ഥാനിലൊരു പട്ടാള വിപ്ലവം ഉടനെ ഉണ്ടാകും. ആസിഫ് മുനീർ അമേരിക്കയുടെ സഹായത്തോടെ ഇപ്പോഴത്തെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. സാധനങ്ങളുടെ എല്ലാം വില കൂടും. നമ്മളിപ്പോൾ തന്നെ വില കൊടുത്ത് കഷ്ടപ്പെടുകയല്ലേ, അതിനി 10 മടങ്ങായിട്ട് വരും. വല്ലാത്ത ഒരു നാശത്തിനാണ് വിത്ത് വിതച്ചിരിക്കുന്നത് സമാധാനത്തിൻ്റെ കാരണഭൂതനെന്ന് അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.